നമസ്കാരം, ഭാരത് ലൈവിലേക്ക് സ്വാഗതം. മത തീവ്രവാദവും തീവ്രവാദ സംഘടനകളും തീവ്രവാദ ബന്ധങ്ങളും കേരളീയ പൊതുസമൂഹത്തിലുള്ള ചില തീവ്രവാദ ബന്ധങ്ങളും ഒക്കെ ചർച്ചയാകുന്ന കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. ലവ് ജിഹാദ് അടക്കമുള്ള വിഷയങ്ങൾ ഒരു സ്ഥലത്ത് നിൽക്കുന്നു. കേരളത്തിൽ നിന്ന് IS പോയ തീവ്രവാദികൾ അടക്കമുള്ളവർ നേർക്കാഴ്ചയായി നമ്മുടെ കൺമുമ്പിൽ നിൽക്കുമ്പോൾ കേരളത്തിലെ ഇടതു വലതു മുന്നണികൾ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾക്ക് ആക്കം കൂട്ടുന്നുവെന്ന് പലപ്പോഴും ആരോപണങ്ങൾ ഉയരുമ്പോൾ ഇപ്പോൾ കേരളത്തിലെ സർക്കാർ തന്നെ തീവ്രവാദികൾക്ക് കുടപിടിക്കുന്നുണ്ടോ എന്ന സംശയം ജനിപ്പിക്കുന്ന ഒരു വാർത്ത ജന്മഭൂമി ദിനപത്രം പുറത്തുവിട്ടിരിക്കുന്നു. തിരുവനന്തപുരത്തെ സെൻട്രൽ ജയിലിൽ മത തീവ്രവാദികൾക്കായി ക്ലാസ് സംഘടിപ്പിച്ചു എന്നാണ് ജന്മഭൂമി പറയുന്നത്. മുസ്ലിം തടവുകാരെ 32 ദിവസം ഒരേ ബ്ലോക്കിൽ താമസിപ്പിച്ചുവെന്നും പത്രം കണ്ടെത്തിയിട്ടുണ്ട്. സെൻട്രൽ ജയിലിൽ മതതീവ്രവാദ സംഘടനകൾപ്പെട്ടവർക്ക് ജയിൽ നിയമങ്ങൾ ലംഘിച്ച് ഒരുമിക്കാൻ അനുമതി നൽകിയതായാണ് ആരോപണം വരുന്നത്. ചട്ടങ്ങളെല്ലാം ലംഘിച്ച് തീവ്രവാദികൾക്ക് ഒരു സെല്ലിൽ താമസിക്കാനും അവസരം നൽകുന്നുണ്ട് എന്നും പറയപ്പെടുന്നു. തീവ്രവാദ പ്രവർത്തനങ്ങൾക്ക് ക്ലാസ് കൊടുക്കാനാണ് ഈ ഒത്തുകൂടലെന്ന ഗുരുതരമായ ആരോപണവും പത്രം മുന്നോട്ട് വെക്കുന്നു. ജയിൽ ചട്ടങ്ങൾ ലംഘിച്ച് റംസാൻ നോമ്പിനോടനുബന്ധിച്ച് മുസ്ലിം തടവുകാരെ 32 ദിവസം ഒരേ ബ്ലോക്കിൽ താമസിപ്പിച്ച് സംഘടിപ്പിക്കാൻ അവസരമൊരുക്കി. കൊടും ക്രിമിനലുകളായ കെവിൻ കൊലക്കേസ് പ്രതികൾ, മറ്റു കൊലക്കേസ് പ്രതികളായ SDPIക്കാർ, NIA അന്വേഷണത്തിലുള്ള ആലപ്പുഴ രഞ്ജിത്ത് ശ്രീനിവാസൻ വധക്കേസിൽ ശിക്ഷിക്കപ്പെട്ടവർ ഉൾപ്പെടെ തീവ്രവാദികളായ 84 പേരെയാണ് ഒരു ബ്ലോക്കിൽ ഒരുമിച്ച് താമസിക്കാൻ അനുവദിച്ചത്. നോമ്പിന് ഒത്തുചേർന്നപ്പോൾ തീവ്രവാദികൾ തന്നെ ക്ലാസ് എടുത്തു. മറ്റു മതവിശ്വാസികളെ ഉന്മൂലനം ചെയ്യാനും രാജ്യത്തിനെതിരെ പോരാടാനും ചിലരെ ഇല്ലാതാക്കാനുമുള്ള ആസൂത്രണ ക്ലാസുകളായിരുന്നു ഇവയെന്നാണ് ഇപ്പോൾ സൂചനകൾ വരുന്നതെന്ന് പത്രം റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. യോഗങ്ങൾക്ക് ഫർണിച്ചർ ഉൾപ്പെടെ സൗകര്യങ്ങളെല്ലാം ജയിൽ അധികൃതർ ഒരുക്കി നൽകിയിട്ടുണ്ട്. രാജ്യദ്രോഹ കേസിന് വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടവർ, മയക്കുമരുന്ന് കൊലപാതക കേസുകളിൽ ശിക്ഷിക്കപ്പെട്ട മറ്റു സംസ്ഥാനങ്ങളിലുള്ളവർ, ബംഗ്ലാദേശ് തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്ന് വന്ന് തീവ്രവാദ പ്രവർത്തനങ്ങളിൽ പിടിക്കപ്പെട്ടവർ, ഇവരെല്ലാം ഒരുമിച്ചുകൂടിയാണ് ക്ലാസുകൾ നടത്തിയത്. ശിക്ഷ കഴിഞ്ഞ് പുറത്തിറങ്ങുമ്പോൾ ചെയ്യേണ്ട തീവ്രവാദ പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് ചർച്ച ചെയ്തതായും അറിഞ്ഞിട്ടുണ്ട് എന്നാണ് പത്രം പറയുന്നത്. ഇതിലേക്ക് പുറത്തുനിന്നും സാമ്പത്തികം ഉൾപ്പെടെ വൻ സഹായങ്ങൾ ഇവർക്ക് ലഭിക്കുന്നുണ്ടെന്നും ജന്മഭൂമി ആരോപിക്കുന്നു. മത തീവ്രവാദികൾക്ക് വിശിഷ്ട പാനീയങ്ങളും മയക്കുമരുന്നും, പ്രത്യേക റേഷൻ, ഓരോരുത്തർക്കും 1200 വീതം ക്യാൻറ്റീൻ ചെലവ്, അനധികൃതമായി 10400 രൂപയുടെ പഴങ്ങളും വിശിഷ്ട പാനീയങ്ങളും തുടങ്ങിയവ ജയിൽ ജീവനക്കാരുടെ അസോസിയേഷൻ നടത്തുന്ന ക്യാൻറ്റീൻ മുഖാന്തരം ഇവർക്ക് എത്തിച്ചു. പുറമെ മയക്കുമരുന്നും പാനീയങ്ങളിൽ മയക്കുമരുന്നും കലർത്തി മറ്റു തടവുകാർക്ക് വിതരണം ചെയ്യുന്നത് പതിവാണ്. റംസാൻ കഴിഞ്ഞും ക്ലാസ്സിൽ ഒത്തുചേരുന്നതിന് അവസരമൊരുക്കുന്നുണ്ട്. ഇവരുടെ വലയിൽ വീഴാത്ത മുസ്ലിങ്ങളെ ജയിലിൽ മർദ്ദിക്കുന്നതും പതിവാണെന്ന ആരോപണവും വരുന്നു. ഒരുമിച്ച് കൂടാനും നമസ്കരിക്കാനും തയ്യാറാകാത്ത ജയിലിലെ 4-ാം ബ്ലോക്കിലെ തടവുകാരെ ഏപ്രിൽ 12-ന് ക്രൂരമായി മർദ്ദിച്ചു. മർദ്ദനമേറ്റവർ രേഖാമൂലം പരാതിപ്പെട്ടെങ്കിലും അധികൃതർ നടപടിയൊന്നും സ്വീകരിച്ചില്ല. ജയിലിൽ രാഷ്ട്രീയ അടിസ്ഥാനത്തിലോ സംഘടിക്കുകയോ കലാപമുണ്ടാക്കാൻ ശ്രമിക്കുകയോ ചെയ്താൽ നടപടിയെടുക്കേണ്ടതിന് പകരം ഇവിടെ സൗകര്യമൊരുക്കുകയായിരുന്നുവെന്നും സാധാരണ തടവുകാരെല്ലാം ഇവിടെ ഭയപ്പാടിലാണ്. ജയിലിലെ തീവ്രവാദികളുടെ സംഘടിത നീക്കം കാരണം സാധാരണ തടവുകാർ വലിയ പ്രതിസന്ധി നേരിടുന്നു. മുൻ വർഷങ്ങളിലൊന്നും നോമ്പെടുക്കാൻ ഇത്തരത്തിലുള്ള അനധികൃത പരിഗണന ജയിലിൽ നൽകാറില്ലായിരുന്നു. നിയമലംഘനങ്ങൾ ജയിൽ അധികൃതർ പലവട്ടം ചൂണ്ടിക്കാട്ടിയിട്ടും നടപടികൾ സ്വീകരിക്കാത്ത ജീവനക്കാർ, നിയമലംഘനങ്ങൾ ജയിൽ ഉദ്യോഗസ്ഥർ പലവട്ടം നടത്തിയിട്ടും ഇത് ചൂണ്ടിക്കാണിക്കപ്പെട്ടിട്ടും നടപടി സ്വീകരിക്കാത്തതിൽ മറ്റുള്ളവർ കടുത്ത അമർഷത്തിലാണ് എന്ന സൂചനകളും പുറത്തുവരുന്നു. ഏതായാലും വളരെ ഗുരുതരമായൊരു വാർത്തയാണ്. ഈ വാർത്ത ശരിയാണെങ്കിൽ കേരളത്തിൽ തീവ്രവാദികൾക്ക് വെള്ളവും വളവും നൽകുന്നത് കേരളത്തിലെ പിണറായി സർക്കാരാണെന്ന് നിസ്സംശയം പറയാൻ കഴിയുമെന്ന ആശങ്കയും ജനങ്ങൾ പങ്കുവെക്കുന്നുണ്ട്.